ഫ്രണ്ട്സ്, നമ്മളിന്ന് നിപ്പോൺ ടയോട്ടയിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് വെറുതെ അല്ല, ആ നിരന്ന് കിടക്കുന്ന ടയോട്ട ഹെയർ ഉണ്ട് അതിൻ്റെയൊക്കെ യൂസർ എക്സ്പീരിയൻസ് ചോദിച്ച് മനസ്സിലാക്കാനായിട്ടാണ്. കാരണം ഒരു ഡീസൽ കാറിൽ നിന്ന് ഒരു ആൾട്ടർനേറ്റീവ് ചോയ്സ് എന്താണെന്ന് ശരിക്കും ഇപ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ഹൈബ്രിഡ് കാർ തന്നെയായിരിക്കും. കാരണം നല്ല ഫ്യൂൽ എഫിഷ്യൻസി, നമുക്ക് റേഞ്ച് ആൻഡ് സെറ്റ് ഒന്നും ഇല്ലാതെ എവിടെ വേണമെങ്കിലും ട്രാവൽ ചെയ്യാം, പെട്രോൾ ഒഴിക്കുക, വണ്ടി ഓടിക്കുക. പക്ഷേ നല്ല ഫ്യൂൽ എഫിഷ്യൻസി, 20 മേളിൽ 28 കിലോമീറ്റർ മൈലേജ് കിട്ടുന്ന കസ്റ്റമർ വരെ ഉണ്ട്. അപ്പോൾ ഈ ശരിക്കും ഉള്ളതാണോ എന്ന് അറിയാൻ വേണ്ടിയാണ് ഇന്നൊരു യൂസർ എക്സ്പീരിയൻസ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഒരു ഫ്യൂൽ എഫിഷ്യൻസി ടെസ്റ്റാണ് ഇവിടെ വെച്ച് നടക്കുന്നത്. നിപ്പോൺ ടയോട്ടയാണ് ഇത് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ നേരം വെളുത്തപ്പോൾ തന്നെ ഇങ്ങ് പോകുന്നു. വണ്ടികളെല്ലാം നിരന്ന് കിടക്കുന്നതായിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഓരോരുത്തരോട് അവരുടെ അഭിപ്രായം എന്താണെന്നുള്ളത് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കും. ഹൈ റൈഡർ സ്ട്രോങ് ഹൈബ്രിഡ് വെർഷന്റെ ഫസ്റ്റ് യൂസർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. സാറിന്റെ പേര് എന്താണെന്നുള്ളത് ജസ്റ്റ് ഒന്ന്. എൻ്റെ പേര് മനോജ് കുമാർ. എന്ത് ചെയ്യുന്നു? ഞാൻ റിട്ടയർഡ് പോലീസ് ഇൻസ്പെക്ടർ. അത് ശരി. അപ്പോൾ സാറ് ഇത് എത്ര കാലം എടുത്തിട്ട് വണ്ടി? ഇപ്പം 3 വർഷത്തോളമായി വരുന്നു. ഹൈ റൈഡർ ഇറങ്ങിയ സമയത്ത് തന്നെ ഇറങ്ങിയ ആദ്യ സമയത്ത് സ്ട്രോങ് ഹൈബ്രിഡ് ഫുൾ ഓപ്ഷൻ ആണ്. ഫുൾ ഓപ്ഷൻ അല്ല, അതിന്റെ തൊട്ട് താഴെ ജി വേരിയന്റ് അല്ലേ? ജി വേരിയന്റ്. സാറ് സ്ട്രോങ് ഹൈബ്രിഡ് എടുക്കാനുള്ള കാരണം അത്ര ഓട്ടോ ഉണ്ടായിട്ടാണ്? ഞാൻ പണ്ട് തൊട്ടേ ടയോട്ടയുടെ കസ്റ്റമറാണ്. ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന എത്തിയോസ് ആണ്. അതിനു മുമ്പ് മാരുതിയാ. ഡീസലായിരുന്നു. പിന്നെ പണ്ട് തൊട്ടേ അവരുടെ സർവീസും ഒക്കെ നല്ലതായതുകൊണ്ട് പിന്നെ എല്ലാ കാര്യങ്ങളും ടയോട്ട നമുക്ക് വിശ്വസിക്കാം. അപ്പൊ അത്രയും മൈലേജ് കിട്ടിക്കൊണ്ടിരുന്ന ഡീസൽ കിണർന്ന് ഇപ്പോൾ ഡീസൽ വെർഷൻ നോക്കുമ്പോൾ ഇല്ല, പെട്രോളും ഹൈബ്രിഡ് ഒക്കെ മാറി അല്ലേ? അതെ, ഡീസൽ അത് 22 കിലോമീറ്റർ കിട്ടുമായിരുന്നു. നല്ല മൈലേജ് ആയിരുന്നു. പിന്നെ 12 വർഷമായി, അതുകൊണ്ട് കൊടുത്തിട്ടാണ് ഹൈബ്രിഡ് എടുത്തത്. അപ്പൊ ഈ ഒരു കാറ്റഗറി നമ്മൾ നോക്കുവാണെങ്കിൽ, ഒരു സെഗ്മെന്റ് നോക്കുവാണെങ്കിൽ വേറുള്ള വാഹനങ്ങളൊക്കെ നോക്കിയായിരുന്നു? വേറുള്ള ഏത് വാഹനത്തിൽ നോക്കിയിട്ടും എനിക്ക് മൈലേജ് കൂടുതലില്ല. അത് തന്നെയാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. കാരണം ഈ ഒരു സെഗ്മെന്റിൽ സ്ട്രോങ് ഹൈബ്രിഡ് വണ്ടി വേറെ ഇല്ല. കാരണം ഇനി നമ്മൾ ഇതിന് അപ്പുറത്തോട്ട് പോകണമെങ്കിൽ നമ്മൾ ക്യാമറയിലോട്ടൊക്കെ പോകേണ്ടതായിട്ട് വരും. അതെ, 50 ലക്ഷം രൂപ അതിന് മേലോട്ടൊക്കെ, ആ റേഞ്ചിലോട്ടൊക്കെ പോകേണ്ടി വരും. അന്ന് ഇറങ്ങിയതിൽ ഏറ്റവും നല്ല വണ്ടിയാണ്. എല്ലാ ഫീച്ചേഴ്സും എല്ലാം കഴിയാവുന്നിടത്തോളം ഫീച്ചേഴ്സ് എല്ലാം ഉണ്ട്. നമുക്ക് കംപ്ലൈന്റ് പറയാനൊന്നുമില്ല എന്നെ സംബന്ധിച്ച്. ഇപ്പൊ എത്ര കിലോമീറ്റർ ഓടി വണ്ടി? ഇപ്പൊ 17,000 കിലോമീറ്റർ ഓടി. സർവീസ് ഒക്കെ ഇവിടെ നിപ്പോണിൽ തന്നെ ചെയ്യുന്നു. കായംകുളത്ത് അല്ലേ? കായംകുളത്ത്. വേറെ എന്തെങ്കിലും ഒരു ഡ്രോബാക്ക് പറയാനുണ്ടോ? എന്തെങ്കിലും ഫീച്ചേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാന്ന്? അങ്ങനെ ഫീച്ചേഴ്സ്, അങ്ങനെ ദോഷമൊന്നും പറയാൻ എനിക്കില്ല. സർവീസും നല്ല സർവീസാണ്. നമ്മളെപ്പോ വണ്ടി കൊണ്ടുവന്നാലും പെട്ടെന്ന് ചെയ്തു തരും. പിന്നെ അത് വിളിച്ച് അന്വേഷിക്കും. കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ പറഞ്ഞാൽ അതിന് പരിഹാരം കാണും. അത് ഇവിടെ നിന്നല്ല, ടയോട്ടയുടെ എല്ലാ ഷോറൂമിലെ അഭിപ്രായം. നമ്മൾ കൊട്ടിയത്തായിരുന്നു നേരത്തെ എത്തിയോസ് ഉള്ളപ്പോ, അവിടെ നല്ല സർവീസ് ആയിരുന്നു. ഇത് ഓട്ടോമാറ്റിക് അല്ലേ? മാനുവൽ അല്ലായിരുന്നു? അത് ടച്ച് ഉള്ള ഗിയർ ഉണ്ട്, ക്ലച്ച് ഉണ്ട്. ഇത് ഓട്ടോമാറ്റിക്കിലോട്ട് വന്നപ്പോൾ ഉള്ള കംഫർട്ട് എങ്ങനെയുണ്ട്? ആ ഒരു കംഫർട്ട് ലെവൽ? ഇത് വളരെ സുഖം, വെറുതെ ഇരുന്നാൽ മതി. ആക്സിലേറ്ററും ബ്രേക്കും മാത്രം കൺട്രോൾ ചെയ്ത് നമ്മൾ ഓടിക്കുമ്പോ നമുക്ക് ചിലപ്പോ വളരെ സൂക്ഷിച്ചില്ല ഉറക്കം വരും. സിറ്റി ഡ്രൈവിനൊക്കെ കുറച്ചുകൂടെ കംഫർട്ട് ഇതാണ്. അത് പിന്നെ കൂടെ നമ്മൾ ചവിട്ടിയൊക്കെ പോയില്ലേ, ലോങ് ട്രിപ്പ് പോകുമ്പം കാലുവേദന അല്ലേ? ഒന്നുമില്ല, വെറുതെ നമ്മൾ ചവിട്ടി പിടിച്ചോണ്ടിരുന്നാ മതി. നമുക്ക് ജോലിയൊന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട് ചിലപ്പോ ഉറക്കം വന്നു പോകും, അങ്ങനെയുള്ള. ഇപ്പൊ മെയിൻ ഇന്ന് ഈ ഒരു ഇവന്റ് കണ്ടക്ട് ചെയ്തിരിക്കുന്നതിന്റെ മൈലേജിനെ ബേസ് ചെയ്താണ്. സാറിന് ഇതിന് മാക്സിമം കിട്ടിയിട്ടുള്ള മൈലേജ്? എനിക്കിപ്പോ എന്റെ ഒരു കണക്കൂട്ടില് 22 മേളിൽ വരുന്നുണ്ട്, കിട്ടുന്നുണ്ട് ആവറേജ്. ആ ഒരു മൈലേജ് എനിക്ക് തോന്നുന്നു. ഞാൻ വലിയ ടെസ്റ്റ് ഒന്നും നടത്തിയിട്ടില്ല, എന്നാലും മൈലേജ് ഉണ്ടെന്നുള്ളൊരു തോന്നലുണ്ട്. ഒരു ഡീസൽ കാർ കൊണ്ട് നടക്കുന്ന പോലെ തന്നെ അതേപോലെ തന്നെ ഉണ്ട്. അതാണ് ഇപ്പൊ ഡീസലൊക്കെ മാർക്കറ്റിൽ നിന്ന് തള്ളിപ്പോയിക്കൊണ്ടിരിക്കുന്ന കാലമാണ്. അപ്പൊ ഇതിനൊരു ആൾട്ടർനേറ്റീവ് ചോയ്സ് എന്നുള്ള രീതിയിൽ ഇപ്പൊ നമുക്ക് ടയോട്ടയുടെ ഒരു സ്ട്രോങ് ഹൈബ്രിഡ് വേർഷൻ നമുക്ക് കാണാം. അങ്ങനെയൊക്കെ നോക്കാൻ ഒരു ബെസ്റ്റ് ചോയ്സ് തന്നെയാണ് ഇപ്പോഴും. രണ്ടുപേരും ഓക്കെ അല്ലേ? ഇതിൽ കംഫർട്ട്, സാറ്റിസ്ഫൈഡ്? എന്തെങ്കിലും ഒരു ഡ്രോബാക്ക്, ഒരു പേരിനെങ്കിലും എന്തെങ്കിലും? എനിക്കൊന്നും പറയാനില്ല, ഒന്നുമില്ല. പൊതുവെ എന്റെ വണ്ടികളോട് എനിക്ക് ഭയങ്കര സ്നേഹമാണ്. അത് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള 3 വർഷം പഴക്കമുള്ള വണ്ടിയാണെന്ന് കണ്ടാ പറയത്തില്ല. എനിക്കൊരു ഡ്രോബാക്ക് പറയാൻ ഇല്ല. മറ്റേ വണ്ടിക്കും ഇല്ല, ഈ വണ്ടിക്കും ഇല്ല. എക്സ്റ്റിയോസിനും ഇല്ല, ഇതിനും ഇല്ല. എക്സ്റ്റിയോസ് ഇവിടെ തന്നെ എക്സ്ചേഞ്ച് ചെയ്ത് ടയോട്ട തന്നെ? അല്ലല്ല, വേറെ കൊടുത്ത്. ഇതാണ് നിലവിൽ യൂസ് ചെയ്യുന്നത്? ഇതാണ് നിലവിൽ യൂസ്. അടുത്തിന് എടുക്കാൻ ആഗ്രഹമുള്ള വണ്ടി ഏതെങ്കിലും ഉണ്ട്? വേറെ ഒരെണ്ണം എടുത്താൽ ഫോഴ്സിന്റെ 17 സീറ്റിന്റെ ഒരു ട്രാവലർ. കാർ ഇനി വേറെ ഇല്ല. ഇതിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഇനി അടുത്തൊരു ചോയ്സ് ഇല്ല? ഇനി അടുത്തൊരു സമയം ഇല്ലെന്ന് തോന്നുന്നു. ഇവനെ കൊണ്ടുവരുന്നങ്ങ് നമ്മുടെ ആയുസ്. ഇനി ഒരു വണ്ടി എടുക്കുമെങ്കിലും ടയോട്ട ആയിരിക്കും. അതെ, കാർ എടുക്കുക ടയോട്ട. അപ്പൊ അത്രത്തോളം ടയോട്ട ഫാനാണ് നമ്മളിപ്പോ കണ്ടുപിട്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഇത്രയും സമയം നമ്മളുമായിട്ട് മാഡത്തിന് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല, ചോയ്സ് ആണ്, കംഫർട്ടാണ്. ഓടിക്കാറുണ്ട്. മക്കൾ രണ്ടുപേരും ഡോക്ടർമാരാണ്. അവർക്കൊക്കെ ഇപ്പൊ അതിശയ. അവരൊക്കെ വേറെ കിയായും പിന്നെ എന്തുവായിരുന്നു
താറിന്റെ വണ്ടി ഇതൊക്കെ എടുത്ത് അവർക്ക് മൈലേജ് ഒന്നും ഇല്ല. ഇപ്പൊ അവര് പറയും അയ്യോ ഇതെടുത്ത അച്ഛൻ പറഞ്ഞ ഇതെടുത്താൽ മതിയായിരുന്നു എന്ന് പറയും. നമ്മള് പറഞ്ഞ അന്ന് ഇത് എത്തിയോസിന്റെ ടയോട്ടയുടെ വണ്ടി എടുക്കാൻ. അപ്പൊ അന്ന് അവര് വേറെ കിയായൊക്കെ നോക്കിപ്പോയി. ഇപ്പൊ കിയ വലിക്കത്തൊന്നുമില്ല. മൈലേജും അതെ. ടൊയോട്ട ഹൈറൈഡർ സ്ട്രോങ് ഹൈബ്രിഡ് ഓടിക്കുന്ന മറ്റൊരു യൂസറാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സാറിന്റെ പേര് എങ്ങനെയായിരുന്നു? ഷിദിൻ. സാർ എന്ത് ചെയ്യുന്നു? ഞാൻ ടാക്സിന്റെ കൺസൾട്ടൻസ് ആണ്. എന്താണ് ഹൈറൈഡർ എടുക്കാനുണ്ടായിരുന്ന ഒരു കാരണം? ഹൈറൈഡർ എനിക്ക് നല്ല ഉപയോഗമുള്ള അത്യാവശ്യം ഓട്ടോ ഉണ്ട്, അത്യാവശ്യം നല്ല രീതിയിൽ ഉപയോഗമുണ്ട്. എത്ര നാളായി വണ്ടി എടുത്തിട്ട്? ഒരു വർഷം കൊണ്ട് എത്ര കിലോമീറ്റർ? 33,000 കിലോമീറ്റർ. നല്ല യൂസ് ഉണ്ട്. വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നില്ലെന്ന് തന്നെ പറയാം അല്ലേ? ഇത്രയും കിലോമീറ്റർ ഈ ഒരു വർഷത്തിനുള്ളിൽ കവർ ചെയ്യുന്ന പറയുമ്പോൾ തീർച്ചയായിട്ടും വണ്ടി അത്യാവശ്യം നല്ല ഉപയോഗമുണ്ട്. ഇൻഡസ്ട്രേറ്റ് ഓട്ടങ്ങളാണെങ്കിലും കൂടുതലായിട്ടുണ്ട്. ഒരു ഇലക്ട്രിക് കാറിൽ നിന്ന് മാറി എന്താണ് ഒരു ഇലക്ട്രിക് കാർ എന്നുള്ളൊരു കൺസെപ്റ്റ് എനിക്കില്ലായിരുന്നു. ഞാൻ ഇതുവരെ യൂസ് ചെയ്തുകൊണ്ടിരുന്നതെല്ലാം പെട്രോൾ ഡീസൽ വണ്ടികളാണ്. അതാണ് മെയിൻ ആയിട്ട് ഡീസൽ വണ്ടി. ഡീസലിൽ നിന്ന് ഒരു ആൾട്ടർനേറ്റീവ് ചോയ്സ് നമ്മൾ നോക്കാൻ നേരത്തെ ഒന്നെങ്കിൽ ഹൈബ്രിഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് എന്നുള്ള ചോയ്സ്. ഇലക്ട്രിക് ആകുമ്പോൾ നമുക്ക് കുറച്ചൊരു കൺസേൺ കാണും, ഈ റേഞ്ച് ആൻഡ് സേഫ്റ്റി, എവിടെ ചാർജ് ചെയ്യും, എത്ര കിലോമീറ്റർ ഓടും. പക്ഷേ ഇത് പെട്രോൾ ഫില്ല് ചെയ്യുക എന്നൊരു ഇലക്ട്രിക് കാറിന്റെ അഡ്വാൻറ്റേജ് നമുക്ക് കിട്ടും. തീർച്ചയായിട്ടും ഓട്ടോമാറ്റിക് ചാർജിങ് ആയിട്ടുള്ള സിസ്റ്റം ബാറ്ററിയിലാണ് ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ മൈലേജ് ആണ് ഇവർ ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത്. എത്ര കിട്ടുന്നുണ്ട് കറക്റ്റ്? എനിക്ക് എങ്ങനെ പോയാലും 24-25 റേഞ്ച്, ലോക്കൽ ഓടിയാലും എല്ലാം ആ ഒരു റേഞ്ച് മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ കമ്പനി പറയുന്ന മൈലേജും അതിനേക്കാൾ കൂടുതലും ഫുൾ ടു ഫുള്ളി കിട്ടിയ സാഹചര്യങ്ങളും ഉണ്ട്. അല്ലല്ല, എപ്പോഴും ഞാൻ ഫുൾ ടു ഫുള്ളാണ് മാക്സിമം യൂസ് ചെയ്യും. പിന്നെ അതുപോലെ എനിക്ക് എപ്പോഴും സിംഗിൾ റൈഡിൽ തന്നെ ചിലപ്പോൾ 1000 കിലോമീറ്റർ ഒക്കെ ഒറ്റ സ്ട്രെച്ചിൽ പോകുന്ന ഉപയോഗങ്ങളാണ് കൂടുതലും ഉള്ളത്. അത്യാവശ്യം നല്ല ഹെവി യൂസ് ഉള്ള ആൾ തന്നെയാണ്. അപ്പോൾ നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് ആണ് കിട്ടിയത്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ഡ്രോബാക്ക്, പവറിന്റെ ചെറിയൊരു ലാഗ് ഇഷ്യൂ അങ്ങനെ എന്തെങ്കിലും? ഇല്ല, പവർ എന്ന് പറയുന്ന ഒരു ഫാക്ടറിനെ ഞാൻ ഇതുവരെ ഈ വണ്ടിയിൽ എനിക്ക് ഇതുവരെ ബോധേഡാകേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല. പിന്നെ ഈ ഒരു നമ്മൾ ഫ്യൂവൽ എഫിഷ്യൻസി മെയിൻറ്റെയിൻ ചെയ്യുമ്പം നമുക്ക് ഈ വണ്ടി ഡ്രൈവ് ചെയ്യുമ്പോൾ അതിൻ്റെതായ ഒരു പാറ്റേണിലാണ്. നമ്മൾ ഇതുവരെ മറ്റു കാറുകൾ യൂസ് ചെയ്ത ഒരു പാറ്റേൺ ആയിരിക്കത്തില്ല. ഇത് ഓടിച്ച് നമുക്ക് ഇതിൻ്റെ എന്താ ഫ്യൂവൽ എഫിഷ്യൻസിയും മറ്റു കാര്യങ്ങളും എല്ലാം നമുക്ക് കിട്ടി പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഈ വണ്ടിയുടെ സ്റ്റൈലിലേക്ക് നമ്മൾ മാറണം. നമ്മൾ ശീലിച്ചു വന്ന രീതി ഈ ഒരു സെഗ്മെന്റിൽ, ഈ ഒരു കാറ്റഗറിയിൽ ഇതിന്റെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അവർക്കൊന്നും സ്വപ്നം കാണാൻ പറ്റാത്ത മൈലേജ് ആണ്. തീർച്ചയായിട്ടും. അതായത് നമുക്ക് എക്സാമ്പിൾ ആയിട്ട് ഞാൻ ഒരു വണ്ടിയുടെ പേര് എടുത്തു പറയുന്നില്ല, ഇതിനു മുമ്പ് യൂസ് ചെയ്ത വണ്ടി ഏതായിരുന്നു ഡീസൽ കാർ? ഇതിനു മുമ്പ് ഞാൻ സ്വിഫ്റ്റ് ഡീസലായിരുന്നു, ഡിസയർ ഡീസൽ ഉണ്ടായിരുന്നു. പിന്നെ ലാസ്റ്റ് 20 കിലോമീറ്റർ മേളിൽ മൈലേജ് കിട്ടിക്കൊണ്ടിരുന്നത് ഇതിലോട്ട് വരുമ്പോൾ ഫീൽ ചെയ്യുന്നത്. ഒരു സ്വിഫ്റ്റ് ഡീസലിൽ നിന്ന് മാറി ഒരു 2 കൊല്ലത്തോളം എൻ്റെ കയ്യിൽ ഇഗ്നിസ് ഓട്ടോമാറ്റിക് ഉണ്ടായിരുന്നു, പെട്രോൾ വണ്ടി. അപ്പോൾ അതിന് എന്താ പറയുന്നത്, എനിക്ക് ഡീസലിൽ നിന്ന് മാറി അത് പെട്രോളിലോട്ട് വന്നപ്പോഴത്തേക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മൈലേജ് വലിയൊരു ഫാക്ട് ആണല്ലോ. പിന്നെ ഇത് ഓട്ടോമാറ്റിക്കലും കൂടെ നമുക്ക് ഈ മൈലേജ് കിട്ടുന്നത്. അതിന്റെ ഒരു കംഫർട്ട് ലെവൽ വേറെയാണ്. ആ ഡ്രൈവിംഗിന്റെ എഫേർട്ട് ഒന്നും ഫീൽ ചെയ്യത്തില്ല. ഇപ്പോഴത്തെ ഈ ഒരു റോഡിന്റെ കണ്ടീഷനൊക്കെ വളരെ മോശമാണ്, ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട്. അങ്ങനെയൊക്കെ ഉള്ളതിലാണെങ്കിലും EV മോഡ് മാക്സിമം നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. സിറ്റി ഡ്രൈവിനാണെങ്കിൽ മാക്സിമം ഇലക്ട്രിക്കലി തന്നെ അഡ്വാൻറ്റേജ്. മൈലേജ് ഡ്രോപ്പ് വരത്തില്ലെന്നോ ഹൈലൈറ്റ് ആയിട്ടുള്ളത് തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇലക്ട്രിക് മോഡ്. അങ്ങനെ ഒരു ഗുണമുണ്ട്. സർവീസ് ഒക്കെ എങ്ങനെയുണ്ട്? സർവീസ് ഒരു കുഴപ്പമില്ല. നിപ്പോണിലാണ് കൊടുക്കുന്നത്, കായംകുളം. സ്മൈൽ പാക്കേജ് ഉണ്ട്. സ്മൈലിലാണ് ഇപ്പൊ 30,000 കിലോമീറ്റർ വരെ ഉള്ള സീറോ കോസ്റ്റ് ആണ്. ഇപ്പം അടുത്ത ഒരു 30,000 പാക്കേജ് ഇപ്പം റിന്യൂ ചെയ്യും. അല്ല, എസ് വേരിയന്റ് ആണ്. അതാണ് വാല്യൂ ഫോർ മണി. അത്യാവശ്യം വേണ്ട കാര്യങ്ങളെല്ലാം ഉണ്ട്. അതെ, ഒരു വാല്യൂ ഫോർ മണി പാക്കേജ് ആണ്. അപ്പൊ ഹൈബ്രിഡ് എടുക്കുന്നവർ അതുകൂടെ ഒന്ന് കൺസിഡർ ചെയ്യുക. കാരണം അത്യാവശ്യം വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ട്. എസ് ഹൈബ്രിഡ് ആകുമ്പോൾ കുറച്ച് വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ട്. അതിന്റെ ടോപ്പ് എൻഡിലെ 2 വേരിയന്റും അവൈലബിലിറ്റി. ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഇന്ത്യയിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഹൈബ്രിഡ് കാർ, സ്ട്രോങ് ഹൈബ്രിഡ്. അത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഹൈറൈഡറിൽ. അതെ, തീർച്ചയായും. അതിനൊരു കോമ്പറ്റീറ്റർ ഇന്നേ വരെ വന്നിട്ടില്ല. ഇത്രയൊക്കെ കാര്യങ്ങളാണ് പറയാനുള്ളത്. ഇനിയിപ്പോ അടുത്തൊരു അപ്ഗ്രേഡ് മനസ്സിലെല്ലാം കണ്ടിട്ടുണ്ട്? അപ്ഗ്രേഡ് മനസ്സിൽ കണ്ടിട്ടില്ല. എന്നില്ല, കിലോമീറ്റർ ഓടുന്നത് കൊണ്ട് ഒരു 2 കൊല്ലം 3 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 1 lakh ഒന്നും ടൊയോട്ടയെ സംബന്ധിച്ചുള്ള ഒരു പ്രശ്നമുള്ളതല്ല. എന്നിരുന്നാലും മോഡലും കിലോമീറ്ററും ഒക്കെ നമ്മുടെ ഉപയോഗവും കൺസിഡർ ചെയ്യുമ്പം ഒന്നുകിൽ അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ സെയിം വരണ്ടിയുടെ ചിലപ്പോൾ ഒരു ജീലോട്ടോ വീലോട്ടോ എടുക്കാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. പുതിയ മോഡൽസ് ഒക്കെ വരും. ഇപ്പൊ തന്നെ ജിക്കകത്ത് ഇപ്പൊ വീലൊക്കെ ഒരുപാട് മാറ്റം വന്നില്ല. അതുപോലെ
PS-ലും ഒക്കെ അപ്ഗ്രേഡേഷൻ എന്തെങ്കിലുമൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ ഒരു 2 കൊല്ലം 3 കൊല്ലം കഴിയുമ്പോൾ കിലോമീറ്റർ കൂടുന്നുണ്ടെന്നുണ്ടെങ്കിൽ മാറും. അത്രേ ഉള്ളൂ. അപ്പൊ ഇത് നിലവിൽ സാറ്റിസ്ഫൈഡ് ആണ് 100%. 100% എന്ന് പറഞ്ഞിരിക്കുന്നത്. ഒരു ഡ്രോബാക്ക് പോലും ഇല്ല. അപ്പോൾ ഓക്കെ എന്നാ നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് ഉണ്ട്. താങ്ക്സ്. ടൊയോട്ട ഹൈറൈഡർ യൂസ് ചെയ്യുന്നു. സാറിന്റെ പേര് എങ്ങനെയാണ്? കൃഷ്ണകുമാർ അല്ലേ? എന്ത് ചെയ്യുന്നു? സ്വർണ്ണപ്പണിയാണ്. നമ്പർ കണ്ടപ്പോഴേ തോന്നുന്നു 916 കാശോട് മേടിച്ചാണ് റിസർവ് ചെയ്തത്. എത്ര നാളായി ഹൈറൈഡർ എടുത്തിപ്പം? 2.5 വർഷമായി. 2.5 വർഷമായി. എത്ര കിലോമീറ്റർ കവർ ചെയ്തു? 10,500 അധികം ഓട്ടമില്ല. എന്നാലും ഹൈബ്രിഡ് എടുക്കാൻ വരുന്ന കാരണം മൈലേജ് കമ്പനി ക്ലെയിം ചെയ്യുന്ന മൈലേജ് ഒക്കെ കിട്ടാറുണ്ട്. എങ്ങനെ? 22. എന്തായാലും 20 താഴെ പോവാറില്ല. നല്ലൊരു മൈലേജ് ആണ്. ഈ ഒരു മിഡ് സൈസ് SUV കാറ്റഗറിയിൽ ഹൈറൈഡറിന് ഉള്ളിൽ ഇത്ര മൈലേജ് കിട്ടുന്നത്. ഇപ്പൊ നമുക്കറിയാം പെട്രോൾ വണ്ടിക്കൊക്കെ തീരെ മൈലേജ് കുറവാണ്. പിന്നെ ഡീസൽ അധികം ആരും ചൂസ് ചെയ്യാറില്ല. ഡീസൽ ഇപ്പൊ ഉടനെ ബാൻ ചെയ്യുന്നുള്ള പല ടെൻഷൻസും ആൾക്കാർ അലട്ടുന്നത്. അപ്പൊ അതൊക്കെ കൊണ്ടാണ് ഹൈറൈഡർ എടുത്തത്. അതെ. ഇതിനു മുമ്പ് യൂസ് ചെയ്യുന്ന വണ്ടി ഏതായിരുന്നു? ആൾട്ടോ ആയിരുന്നു. ആൾട്ടോ നല്ലൊരു അപ്ഗ്രേഡ് ആണ് ഹൈറൈഡർ എന്ന് പറയുന്നത്. ഫുൾ ഓപ്ഷൻ ആണ് എടുത്തത്. ഫാമിലി ഒക്കെ സാറ്റിസ്ഫൈഡ് ആണ്. എങ്ങനെയുണ്ട് റൈഡിംഗ് കംഫർട്ട്? വേറെന്താണ് ഇതിനകത്ത് ഒരു ഡ്രോബാക്ക് ആയിട്ട് എന്തെങ്കിലും സാറിന് ഫീൽ ചെയ്തിട്ട്? ഒന്നും പറയാനില്ല. സർവീസ് ഒക്കെ ഇവരുടെ എങ്ങനെയുണ്ട്? ഇപ്പോൾ നല്ല സർവീസ്. സാർ ഇത് എടുക്കുന്നതിന് മുമ്പ് വേറെ ഏതെങ്കിലും വണ്ടി നോക്കിയിരുന്നു? ഞാൻ ആദ്യം ഗ്ലാൻസ് ആയിരുന്നു നോക്കിയത്. ഗ്ലാൻസ് ഒരു ഹാച്ച് ബാക്കിൽ തന്നെ നിൽക്കാം. ഇറങ്ങിയപ്പോ ഇത് ലോഞ്ചിങ് ആയിരുന്നു. ഇതൊന്നും നോക്കിയില്ല. നല്ലൊരു അപ്ഗ്രേഡ് ആണ്. നല്ലൊരു ചോയ്സ് ആണ്. അതെ. ഫുൾ ഓപ്ഷൻ അല്ലേ? അല്ലേ? അന്ന് ഓൺ റോഡ് എന്തായി അന്ന് എടുക്കുന്ന സമയത്ത്? 23 ലക്ഷം രൂപ ഓൺ റോഡ്. നല്ലൊരു ആ ഒരു കാറ്റഗറി വരുന്ന വണ്ടിക്കൊക്കെ ആ ഒരു പ്രൈസ് റേഞ്ച് വരും. ടൊയോട്ടയുടെ സർവീസ് എപ്പോഴും റിലയബിൾ ആണ്. നല്ല സർവീസ് പ്രൊവൈഡ് ചെയ്യും. അങ്ങനെ എന്തെങ്കിലും ഒരു ഡ്രോബാക്ക്, എന്തെങ്കിലും ഒരു ഫീച്ചേഴ്സ് കൂടെ ആകാൻ തോന്നി? ഒന്നും തോന്നിയിട്ടില്ല. ഫാമിലി ആയിട്ടൊക്കെ യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും കംഫർട്ട് ആണ്. ഓൾട്ടോ സെയിൽ ചെയ്തിട്ടാണ് ഇതെടുത്തത്. ശരി, നല്ലൊരു യൂസർ എക്സ്പീരിയൻസ്. നമ്മൾ കായംകുളത്തെ യൂസർ എക്സ്പീരിയൻസ് നിങ്ങൾ അറിഞ്ഞു കാണും. ഇപ്പൊ നമ്മൾ ആലപ്പുഴയിലാണ് എത്തിയിരിക്കുന്നത്. അപ്പൊ ആലപ്പുഴ ഒരു യൂസർ നമ്മുടെ കിട്ടിയിട്ടുണ്ട്. ടൊയോട്ട ഹൈറൈഡറിന്റെ ഹൈബ്രിഡ് വെർഷൻ അല്ലേ യൂസ് ചെയ്യുന്നത്? ഫുൾ ഓപ്ഷൻ ആണ് ഇത്. പേരെന്തായിരുന്നു? അത് ചോദിക്കാൻ വിട്ടു. ആകർഷ്. അപ്പൊ എന്ത് ചെയ്യുന്നു? ഞാൻ ഇവിടെ EV ചാർജിങ് കമ്പനിയാണ്. അപ്പൊ EV ചാർജിങ് കമ്പനി ഉള്ള എന്തിന് ഹൈബ്രിഡ് കാർ എടുത്തു? നമുക്ക് EV ഉണ്ട്, ഹൈബ്രിഡും ടെക്നോളജി എല്ലാം എക്സ്പ്ലോർ ചെയ്തിട്ട്. അപ്പൊ എങ്ങനെയുണ്ട് ആ ഒരു ടെക്നോളജി? പുതിയ ഇപ്പൊ പലർക്കും അറിയാൻ ചാൻസ് ഇല്ല. കാരണം ഇത് ശരിക്കും പറഞ്ഞാൽ പെട്രോൾ കാറായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അതേപോലെ തന്നെ സെൽഫ് ചാർജിങ് ബാറ്ററി ടെക്നോളജിയാണ് വരുന്നത്. അപ്പൊ ഒരു ഹൈബ്രിഡ് ആണ്. അതാണ് നമ്മൾ പറയുന്നത്. ഒരു പെട്രോൾ കാറിനേക്കാൾ മൈലേജ് കൂടുതൽ കിട്ടും. ഒരു ഇലക്ട്രിക് കാറിന്റെ ഗുണവും ചെയ്യും അല്ലേ? കിട്ടും. അതാണ് മെയിൻ ഉദ്ദേശം ഇതിന്റെ. എന്നിട്ട് എന്ത് മൈലേജ് കിട്ടുന്നുണ്ട്? ഇപ്പം ഒരു 25+, ഇപ്പൊ 29 കിട്ടുന്നുണ്ട്. 25+ എന്തായാലും ഈ ഒരു സെഗ്മെന്റിൽ വരുന്ന മറ്റൊരു കോമ്പാക്ട് SUV അല്ല ഒരു മിഡ് സൈസ് SUVക്കും ഓഫർ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ് ഇത്രയധികം മൈലേജ് എന്നുള്ളത്. കാരണം മിഡ് സൈസ് SUV പെട്രോൾ എഞ്ചിൻസ് ഏതെടുത്താലും ഒരു 10-12 കിലോമീറ്റർ. അപ്പോൾ അവർക്കൊന്നും സ്വപ്നം കാണാൻ പറ്റാത്ത മൈലേജ് ആണ്. അതിന്റെ ഒരു 2 ഇരട്ടി എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതിന്റെ മൈലേജിന്റെ കാര്യത്തിൽ. ഡ്രോപ്പ് വരാറുണ്ടോ സിറ്റി ഡ്രൈവിൽ? അങ്ങനെ ഹൈവേ ഡ്രൈവ് എന്നാലും ഒരു 18 ഒക്കെ ആയിരിക്കും. എന്നാലും വേറെ എന്തെങ്കിലും ഒരു ഡ്രോബാക്ക് പറയാനുണ്ടോ വണ്ടിയുടെ? ഇല്ല. എന്തെങ്കിലും കൂടെ ഒരു ഫീച്ചേഴ്സ് ആഡ് ആവാരെന്ന് തോന്നി എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അങ്ങനെ കംഫർട്ട് ആലോചിക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും ഓടി ഇപ്പൊ വണ്ടി ഏതാണ്ട് 20,000 ആയി. എത്ര നാളെ വണ്ടി എടുത്തിട്ട്? 1 ഇയറിന്റെ അടുത്താവും. അപ്പൊ അത്യാവശ്യം നല്ല ഓട്ടം ഉണ്ട്. ഒരു വർഷം കൊണ്ട് തന്നെ 20,000 കിലോമീറ്റർ മേളിൽ വണ്ടി കവർ ചെയ്തിട്ടുണ്ട്. വേറെ വേരിയന്റ് ഏതായിരുന്നു? ബി ആണ്. വേറെ എന്താണ് ഇതിനു മുമ്പ് യൂസ് ചെയ്യുന്ന വണ്ടി? ഇതിനു മുമ്പ് എക്കോ സ്പോർട്ട് ആയിരുന്നു. ഡീസലായിരുന്നു. ഒരു ഡീസലിൽ നിന്നൊരു ആൾട്ടർനേറ്റീവ് ചോയ്സ് നമ്മൾ എന്തുകൊണ്ടും ഒരു ഹൈബ്രിഡ് എഞ്ചിൻ നമുക്ക് ഓപ്റ്റ് ചെയ്യാം. കാരണം ഡീസൽ എഞ്ചിൻസിനൊക്കെ 20 കിലോമീറ്റർ മേളിൽ മൈലേജ് ആണ് എങ്ങനെ ഓടിച്ചാൽ. അപ്പോൾ ഇപ്പൊ പലരും ഡീസൽ എഞ്ചിനൊക്കെ ബാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മിക്ക ബ്രാൻഡ്സിനും ഡീസൽ എഞ്ചിൻസ് ഇല്ല. അങ്ങനെ നോക്കുമ്പോൾ ഡീസൽ കാർ എന്ന് പറയുന്ന ഒരു ആൾട്ടർനേറ്റീവ് ഫ്യൂൽ എന്ന രീതിയിൽ നമുക്ക് ഹൈബ്രിഡ് ചൂസ് ചെയ്യാം. റെക്കമെൻഡ് ചെയ്യും. ആയിട്ടുള്ള സർവീസ് എങ്ങനെയുണ്ട്? നല്ല സർവീസാണ്. നിപ്പോണിലല്ലേ കൊടുക്കുന്നത്? അപ്പൊ ഓക്കെ എന്നാ ജസ്റ്റ് ഓക്കെ. സാർ എന്ത് ചെയ്യുന്നെന്നും നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തി. ഞാൻ ഗൾഫിലായിരുന്നു 40 വർഷം, ഇപ്പൊ നാട്ടിലാണ്. അപ്പൊ അങ്ങനെ ടൊയോട്ട അവിടെ കേട്ട് വെച്ചൊക്കെയാണ് നമ്മൾ ഇവിടെ നാട്ടിൽ വന്ന് ഇങ്ങനെ ഒരു വണ്ടി എടുത്തേക്കാൻ പ്ലാൻ ചെയ്തത്. അല്ല, ഇത് ഇന്നോവ ഉണ്ടായിരുന്നു. ഇന്നോവ കൊടുത്തിട്ട് ഹൈറൈഡർ ചെറിയ വണ്ടിയിലോട്ട് ഇത് ഹൈറൈഡർ എടുത്തു. ഇത് ഹൈബ്രിഡ് അല്ലേ? സ്ട്രോങ് ഹൈബ്രിഡ്. അതെ. ഇപ്പൊ മൈലേജ് നോക്കി തന്നെ ആയിരിക്കും ഇത് എടുത്തിട്ടുള്ളത് അല്ലേ? മൈലേജ് നോക്കി തന്നെയാണ്. മൈലേജ് ഇപ്പൊ നമ്മൾ ഹൈവേലൊക്കെ പോയി 26ന്റെ മേളിലൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷെ അതിന്റെ മേളിലൊക്കെ കിട്ടുന്നവരൊക്കെ ഉണ്ട്. അല്ല, ഈ ഒരു മിഡ് സൈസ് SUV സെഗ്മെന്റിൽ വേറൊരു വണ്ടിക്കും ഇല്ല ഇത്രയും മൈലേജ്. നമ്മൾ തിരക്കിൽ വെച്ച് ഇതിനാണ് ഇത്രയും മൈലേജ് ക്ലെയിം ചെയ്യുന്നത്. അത് റിയൽ ലൈഫിൽ കിട്ടുന്നുണ്ട് നമുക്ക്. ടൗണിൽ നമ്മൾ ചവിട്ടിയൊക്കെ എടുത്താൽ 24ന്റെ മേളിൽ 23-24 കിട്ടുന്നുണ്ട്. ഹൈവേ പോലെ കിട്ടും, മൈലേജ് കിട്ടും. പിന്നെ വേറെ ഏതെങ്കിലും വണ്ടി നോക്കിയിരുന്നു ആ സമയത്ത് ഇത് എടുക്കാൻ? നോക്കിയിരുന്നല്ലോ. തന്നെയായിരുന്നു താല്പര്യം. കുഷാക്ക് നോക്കിയിരുന്ന്, പിന്നെ ഇത് ക്രേറ്റ നോക്കിയിരുന്ന്, പിന്നെ ഏതാണ് ഇത് മാഗ്നറ്റ് നോക്കിയിരുന്ന്. അങ്ങനെ ഒരുപാട് വണ്ടി നോക്കി. ഉണ്ട്. ഞാൻ 5-6 വണ്ടി നോക്കി. ഇത് എടുത്തിട്ട് ഇപ്പൊ എത്ര കാലമായി? ഇത് 2 കൊല്ലം. എത്ര കിലോമീറ്റർ കവർ ചെയ്തിട്ടുണ്ട്? വണ്ടി ഒരു 30,000 അകത്തേ ഉള്ളൂ. 30,000. അത് അത്യാവശ്യം നല്ല ഓട്ടം ഉണ്ട്.
അങ്ങനെ വലിയ അത്രയും സർവീസ് ഒക്കെ എങ്ങനെയുണ്ട്? ടയോട്ടയുടെ സർവീസ് ഒക്കെ ഓക്കെയാണ്? എനിക്കൊരു അനുഭവം ഉണ്ട്. ഈ വണ്ടി എടുത്തു കഴിഞ്ഞു 1 വർഷം ആകുന്നതിന് മുമ്പ് ഞങ്ങള് ഇവിടെ കോന്നിയില് പോയിട്ട് തിരിച്ചു വരുന്ന വഴി വണ്ടി ഇതിൽ എഴുതി കാണിക്കുന്നു വണ്ടി ഓടിക്കരുത്, വണ്ടി സൈഡ് മാറ്റി നിർത്തുന്നു. ഞങ്ങൾ അന്നേരം തന്നെ ഒരു ഇന്റർനാഷണൽ നമ്പറിൽ വിളിച്ചിട്ട് അവർ അന്നേരം ലൊക്കേഷൻ തന്നു. പത്തനംതിട്ട ഷോറൂം അടുത്താ. അവിടുന്ന് ആള് വന്ന് ടഗ് ചെയ്ത് വണ്ടി കൊണ്ടുപോയി. നമുക്ക് വേറെ വണ്ടി വന്ന് ഞങ്ങളെ കയറ്റി കൊണ്ടുപോയി. ആ വണ്ടിയിൽ തന്നെ കൊണ്ടുപോയി ഞങ്ങൾ ഊണും കഴിച്ച് തിരിച്ചു വന്ന് 5 മണിയായപ്പോൾ വണ്ടി സെറ്റാക്കി. കാരണം എന്തോ പുതിയ വണ്ടിയല്ലേ, ഒരു റിലേ എങ്ങാണ്ട് ഒരു ലൂസ് കണക്ഷൻ അത് ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെ. എന്തെങ്കിലും കോസ്റ്റ് ആൻഡ് അഡീഷണൽ ഇല്ലല്ലോ, ഒന്നുമില്ല. നമ്മളവിടെ ഇരുന്നിട്ട് നല്ല സൂപ്പർ, നമുക്ക് നല്ല കോഫിയും നല്ല ട്രീറ്റ്മെന്റ് ആണ് അത് ഞാൻ വേറെ കൊണ്ടുപോകണില്ല. ടൊയോട്ട അല്ലാതെ അത് എടുത്തു പറയുന്ന പോയിന്റാണ്. വെറുതെ അല്ല ടൊയോട്ടയുടെ സർവീസ് എപ്പോഴും നല്ലതാണ് നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇപ്പൊ ശരിക്കും ഇല്ല, ഞാൻ എന്റെ അനുഭവം ഞാൻ പറഞ്ഞത്. കാരണം ഡൽഹിയിലെ ഇന്റർനാഷണൽ നമ്പർ ഞാൻ വിളിച്ചിട്ട് അവരെന്നെ വിളിച്ചോണ്ടിരുന്നു. അവരെന്റെ അടുത്ത് പറഞ്ഞ് വിത്തിൻ 40 മിനിറ്റ്സ് ടഗ് ചെയ്യാനുള്ള ഇതൊക്കെ ക്രൈം വരുമെന്ന് പറഞ്ഞു. 40ാമത്തെ മിനിറ്റിൽ അവരെന്നെ വിളിച്ച് ഇത് ടഗ് ചെയ്യാൻ വണ്ടി വന്നാന്ന് ചോദിച്ചു. കറക്റ്റ് വണ്ടി വന്ന് അതായത് ഞങ്ങൾക്ക് പോകാൻ വേറെ വണ്ടി വന്ന് അതിന്റെ കൂടെ ഞങ്ങളെ കൊണ്ട് അവിടെ പോയി ഞങ്ങൾ അവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് വൈകിട്ട് 5 മണിയാകുമ്പോൾ റെഡിയാക്കി തന്നു. സർവീസോടെ ചെയ്തു തന്നു. പല ബ്രാൻഡ്സും കേട്ട് പഠിക്കേണ്ട സംഭവമാണ് ടൊയോട്ടയുടെ സർവീസിനെ പറ്റി. അല്ലല്ല, സർവീസ് കേട്ടോ, സർവീസ് ടോപ്പ് ക്ലാസ് ആണെന്നാണ് സാർ പറയുന്നത്. സർവീസ് ഇത് ടൊയോട്ട കഴിഞ്ഞിട്ട് എന്റെ അനുഭവത്തിൽ അതെല്ലാരും പറയുന്നവര് പൊതുവെ അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ട്. കാരണം എന്താ റെസ്പോണ്ട് ചെയ്യും. ഇപ്പൊ ടാറ്റ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ വർഷവും പുതിയ വണ്ടി ഇറക്കും. പക്ഷേ അതാണ് നമുക്ക് എവിടെ ചോദിച്ചാലും പറയുന്നത്. ടാറ്റയുടെ സർവീസ് വളരെ മോശം എന്നൊരു അഭിപ്രായമുണ്ട്, ടൊയോട്ടയുടെ സർവീസ് അതുപോലെ നല്ലതാണെന്നൊരു അഭിപ്രായമുണ്ട്. ഈ 2 അഭിപ്രായങ്ങളാണ് പൊതുവെ കേൾക്കാറുള്ളത്. സാറിനും അത് തന്നെയാണ് പറയാനുള്ളത്? വേറെ എന്തെങ്കിലും വണ്ടിയുടെ ഒരു ഡ്രോബാക്ക് പറയാനായിട്ട് എന്തെങ്കിലും കൂടെ ഫീച്ചേഴ്സ് ആകാരെന്ന് തോന്നിയില്ല? പ്രത്യേകിച്ച് ഒന്നും ഇച്ചിരി കുലുക്കം കുറഞ്ഞാൽ കൊള്ളാം. സസ്പെൻഷന്റെ ചെറിയൊരു ഇതുണ്ട്, സ്റ്റിഫ് ആയിട്ടുള്ള ചെറിയൊരു കുലുക്കം കുറഞ്ഞാൽ കൊള്ളാം. അല്ല വേറെ ഒന്നുമില്ല. വേറെ എങ്ങനെ ഓക്കെയാണ്. ഡ്രൈവിന്റെ സമയത്ത് നമുക്ക് ചെറിയ പവർ ലാഗ് അങ്ങനെ എന്തെങ്കിലും? ഇല്ല, നമുക്ക് ഇന്നൊന്നും ഉണ്ടായിരുന്നു. ഓട്ടോമാറ്റിക് നമ്മൾ എന്തെങ്കിലും ഉടനെ ഇവിടെ ഈ മുതലാളി വിളിച്ച് പറയും. ആളൊന്ന് കാണിച്ചു കൊടുത്തേ. അല്ല, നമ്മളെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടനെ ഈ മുതലാളി വിളിച്ച് പറയും. നമുക്ക് ഇതുവരെ കുഴപ്പമൊന്നുമില്ല. സർവീസിന്റെ കാര്യത്തിൽ ഞാൻ അന്ന് ഇത് പിന്നെ അനീഷിനെ വിളിച്ചപ്പോ അനീഷ ഇന്റർനാഷണൽ നമ്പർ തന്നു. ഞാൻ ഉടനെ ആ നമ്പർ വിളിച്ച് അവർ ഡൽഹിയിൽ നിന്ന് തന്നെ തിരിച്ചു വിളിച്ച്, അതായത് ആ 1 മണിക്കൂറിനുള്ളിൽ വണ്ടി അവിടുന്ന് എടുത്ത് പോയി. അത്രയൊന്നും ആരും ചെയ്തില്ല. വേറെ ഇനിയിപ്പോ ഈ നമ്മുടെ BMW ആണെങ്കിൽ പോലും ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഈ ക്യാമറയുടെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് കാലം അനീഷയാണെന്ന് പരിചയപ്പെടുത്തുന്നു. ഇന്നാണ് നമുക്ക് പറ്റിയത്. അപ്പൊ ആളാണ് ടൊയോട്ടയുടെ കാര്യങ്ങളെല്ലാം നമുക്ക് വേണ്ടി സെറ്റാക്കി തരുന്നത്. അനീഷയോടുള്ള നന്ദിയും കൂടെ ഈ വേദിയിൽ ഞാൻ പറയുകയാണ്. ഇത്രയും ഫാസ്റ്റ് സർവീസ് എന്ന് പറയുന്നത് മാത്രമേ ഉള്ളൂ. വേറെ എന്തെങ്കിലും ഒന്നുമില്ല. ഐ ആം വെരി ഹാപ്പി. നമ്മൾ ഹാപ്പിയാണ്. നമുക്ക് പ്രശ്നമൊന്നുമില്ല. എന്റെ മൂത്തവന് പ്രാവശ്യം വന്നിട്ടും അവനെ എവിടെ കണ്ടൊക്കെ പറഞ്ഞേ പെട്രോളിന്റെ കാശ് പഴയന്റെ വെച്ചിട്ട് 3-1 ഇന്നോവയുടെ വെച്ചിട്ട്. അത്രേ ഉള്ളു. ഓക്കെ സാർ, നല്ലൊരു അപ്പൊ ഓക്കെ, താങ്ക് യു സോ മച്ച്. ബിരിയാണി മേടിച്ചാറുണ്ടായിരുന്നു കേട്ടോ. ടൊയോട്ട ഹൈറൈഡറിന്റെ S എന്ന വേരിയന്റ് മോസ്റ്റ് വാല്യൂ ഫോർ മണി വേരിയന്റ് ആയിട്ട് നമുക്ക് കാണാവുന്ന ഒരു വേരിയന്റ് ആണ്. കാരണം ഹൈബ്രിഡ് എഞ്ചിൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ വേരിയന്റ് മുതലാണ്. അപ്പൊ നിങ്ങൾക്കറിയാം, ഇന്ന് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു സ്ട്രോങ് ഹൈബ്രിഡ് കാർ ഏതാണെന്ന് വെച്ചാൽ അത് ഈ കാണുന്ന വേരിയന്റ് ഈ വണ്ടിയാണ്. ഇപ്പൊ സ്വന്തമാക്കിയ ആളെ നമുക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. ഇവിടെ പേരൊന്ന് അഷ്കർ. അപ്പൊ എത്ര നാളായി വണ്ടി എടുത്തിട്ട്? കറക്റ്റ് 1 ഇയർ ആയി. കറക്റ്റ് 1 ഇയർ ആയി. എത്ര കിലോമീറ്റർ കവർ ചെയ്തു? 30. നമ്മൾ ഈ ചോദിക്കുന്ന എല്ലാവരും ഓൾമോസ്റ്റ് 25,000 കിലോമീറ്റർ മേളിൽ കവർ ചെയ്തിട്ടുള്ളവരായിരിക്കും ഒരു വർഷം കൊണ്ട് തന്നെ. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാക്കാം അത്യാവശ്യം ഓട്ടോ ഉള്ളവരാണ് ഇത് ചൂസ് ചെയ്യുന്നത്. റോഡ് അങ്ങനെ തന്നെ എടുത്ത വണ്ടിയാണ്. കാരണം ഇതിന് അപ്പുറത്തോട്ട് വേറെ ചോയ്സ് ഏതെങ്കിലും നോക്കിയെന്ന് ചോദിച്ചാൽ പോലും ഇല്ല. അർജന്റ് ആയിട്ട് എന്റെ മാരേജിന്റെ സമയത്താണ് എടുത്ത വണ്ടിയാണ്. വേറെ ഏതൊക്കെ വണ്ടി നോക്കിയിരുന്നെങ്കിലും വേറെ ഇത് മാത്രമേ നോക്കൂ. കറക്റ്റ് ഡീസൽ ആയിരിക്കും നോക്കിയാൽ. ഇപ്പൊ പെട്ടെന്ന് എനിക്ക് 4 ദിവസത്തിനുള്ളിൽ വണ്ടി വേണമായിരുന്നു. ഈ വേരിയന്റ് കിട്ടി. ഇത് കിട്ടാൻ കുറച്ച് പാടാണല്ലോ. അത് പെട്ടെന്ന് സന്ദീപ് അറേഞ്ച് ചെയ്തത്. വേറെ ഒരാൾ ബുക്ക് ചെയ്ത വണ്ടിയായിരുന്നു. അങ്ങനെ കിട്ടിയതാണ്. ബ്ലാക്ക് കളർ ആ ടൈമിൽ ബ്ലാക്ക് ഉള്ളായിരുന്നു. അല്ലെ വേറെ ഏത് കളറിലേക്ക് പോയിരുന്നു? വേറെ കളർ വല്ല മനസ്സിലുണ്ടായിരുന്നു? അല്ല, ബ്ലാക്ക് ആയിരുന്നു ലുക്ക്. പക്ഷെ ഇപ്പം നമ്മൾ ഓർക്കും വൈറ്റ് വല്ലതും മതിയായിരുന്നു. മെയിൻറ്റെയിൻസ് ഭയങ്കര പാട്. മെയിൻറ്റെയിൻ ചെയ്യാനുള്ള പാട്. ചെറിയ സ്ക്രാച്ച് വീണാലും എല്ലാം അറിയാം. കണ്ടില്ല, പട്ടി കണ്ട നിന്നൊരച്ചതാണ്. ബ്ലാക്ക് കളർ എടുക്കുന്നതൊക്കെ കൊള്ളാം. പക്ഷെ അതുപോലെ ടേക്ക് കെയർ ചെയ്ത് ഉപയോഗിക്കേണ്ടി വരും. അതേപോലെ ഇന്നലെ മിനിഞ്ഞാന്ന് കഴിയത്. ഇത് നമ്മുടെ ഇന്നത്തെ പ്രോഗ്രാമിന്റെ മെയിൻ സംഭവം ഇത് തന്നെയാണ്, മൈലേജ്. അപ്പൊ ഇന്നത്തെ ഡ്രൈവിന് എങ്ങനെ ഉണ്ടായിരുന്നു മൈലേജ്? അത്യാവശ്യം സ്ഥിരം ഒരു ടോട്ടൽ ആവറേജ് എത്ര? 30,000 കിലോമീറ്റർ കവർ ചെയ്തതിൽ ഒരു മിക്സഡ് കണ്ടീഷനിൽ ഒരു 20-ന്റെ മേലെ എന്തായാലും ഉണ്ട്. 22
20 താഴെ പോവാറില്ല. പോയിട്ടില്ല. അപ്പൊ അതാണ് മെയിൻ ആയിട്ടൊരു കാര്യം. നമ്മുടെ ഡീസൽ കാർ പോലെ തന്നെ നമുക്ക് ഇവനെ കൊണ്ടുനടക്കാം. ആ. അതാണ് ഹൈലൈറ്റ് ആയിട്ട് പറയാവുന്ന ഒരു കാര്യം. സർവീസ് ഒക്കെ ഇപ്പൊ എത്ര സർവീസ്? സർവീസ് ഇപ്പം ചൊവ്വാഴ്ച 30,000 സർവീസ് 29,700 ആയി. ബുക്ക് ചെയ്തിട്ടുണ്ട് ചൊവ്വാഴ്ചത്തെ. എവിടെയാ സർവീസിന് കൊടുക്കുന്നത്? കായംകുളത്ത്. അപ്പൊ ആലപ്പുഴയിൽ നിന്ന് കായംകുളം പോകണം അല്ലേ? ആരെങ്കിലും പിക്കപ്പ് ചെയ്യും. അപ്പൊ ഉടനെ തന്നെ ആലപ്പുഴ ഒരു സർവീസ് സെന്റർ വരുന്നത് നമ്മൾ കേൾക്കുന്നു. നിപ്പോൺ ഗ്രൂപ്പിന്റെ സർവീസ് നമുക്കറിയാം, നല്ല ടോപ്പ് ക്ലാസ് സർവീസ് ആണ്. അപ്പൊ ഉടനെ തന്നെ നമുക്ക് ആലപ്പുഴക്കാർക്ക് അത് പ്രതീക്ഷിക്കാം. വേറെന്താണ് എന്തെങ്കിലും കൂടെ ഈ ഒരു വേരിയന്റ് എടുത്താൽ ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും കവർ ചെയ്യുന്നുണ്ടല്ലേ? പക്ഷേ എനിക്കൊരു ബെനിഫിറ്റ് 20 lakhന്റെ വണ്ടിക്ക് അതിനനുസരിച്ചുള്ള സെൽറ്റോസ് ഒക്കെ കൊടുക്കുന്ന ഫീച്ചറും ഇച്ചിരി കൊടുക്കാനുള്ള ഓൺ റോഡ് ഇറക്കിയപ്പോ എത്ര ഇത്? 21 അടുത്തായി. 21 അടുത്തായത്. ആ ഹൈബ്രിഡ് ടെക്നോളജിയുടെ റേറ്റ് ആണ് അതാണ് വാങ്ങിക്കുന്നത്. അതിനനുസരിച്ചുള്ള നമുക്ക് ഫീച്ചേഴ്സ് കുറവാണ്. എന്നാലും പുഷ്പ ടെസ്റ്റ് ആയിട്ട് കീലെസ് എൻട്രി അല്ലേ, ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിൽ അതെങ്ങനെയുണ്ട്? ഇൻഫർടൈൻമെന്റ് സിസ്റ്റത്തിന്റെ ഒക്കെ ഒരു പെർഫോമൻസ് കുഴപ്പമില്ല, അത്യാവശ്യം ഡീസന്റ് ആയിട്ടുള്ള വർക്ക്. ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ അതെല്ലാം ഉണ്ട്. യൂസ് ചെയ്യാറുണ്ട്. അത് യൂസ് ചെയ്യുന്നു. ബാക്ക് സീറ്റ് ഒന്ന് റെഡിയാക്കണം. ഹെഡ്ലൈറ്റിന്റെ ഒക്കെ വെട്ടം എങ്ങനെയുണ്ട്? ഇത് ഹലോജൻ അല്ല, കുറവാണ്. ഹെഡ്ലൈറ്റ് നമുക്ക് നൈറ്റ് ഭയങ്കര ടഫാണ്. പിന്നെ വേറെ ഫീച്ചേഴ്സ് ഇതിനകത്ത് അലോയ് വരുന്നില്ല അല്ലേ? ഇല്ല അലോയ് വരുന്നില്ല. പിന്നെ മിറർ ഫോൾഡിംഗ് എല്ലാം ഉണ്ടല്ലോ? എല്ലാം ഉണ്ട്. അത്യാവശ്യം ബേസിക് ആയിട്ടുള്ള അഡീഷണൽ ഒരു അലോയ് കൂടെ ആഡ് ചെയ്ത ബാക്കിയുള്ള നമ്മൾ കമ്പനി സെൽറ്റോസ് ഒക്കെ വെച്ച് നോക്കാം. അവരുടെ 20 lakhsന്റെ വണ്ടിക്ക് ഓൾമോസ്റ്റ് എല്ലാ ഫീച്ചേഴ്സും അത് വെച്ച് നോക്കുമ്പോ ചെറിയൊരു വിഷമം. ഇതിന്റെ പകുതി മൈലേജ് അതിന് കിട്ടത്തുള്ളൂ എന്നുള്ളത് സന്തോഷമുണ്ട്. പമ്പിലടക്കി കയറിയാൽ മതി. അപ്പൊ ഫ്യൂൽ എഫിഷ്യൻസിന്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും കുഴപ്പമില്ല. ഹാപ്പിയാണ്, സാറ്റിസ്ഫൈഡ് ആണ്. അപ്പൊ ഇനി അടുത്തൊരു വണ്ടി ഉണ്ടെങ്കിൽ വല്ല മനസ്സിൽ കണ്ടിട്ടുണ്ട്? ക്രസ്റ്റാണ്. ഏതാ? അല്ല ഹൈക്രോസ്. അതാണ് ടയോട്ട തന്നെ നീക്കാനുള്ള പരിപാടിയാണ്. ടയോട്ട തന്നെ. ഞാനിപ്പോ കുറെ വർഷമായിട്ട് ടയോട്ട. ഇതിനു മുമ്പ് യൂസ് ചെയ്തിരുന്ന വണ്ടിയായിരുന്നു? ക്രിസ്റ്റ ആയിരുന്നു. ക്രിസ്റ്റ മാറിയിട്ടാണ് ഇതിലോട്ട്. ശരി. അത് മാനുവൽ ആയിരുന്നു? 2.4 V ആയിരുന്നു. മാനുവൽ ഡീസൽ മാനുവൽ. ശരി. വേറെ എന്തെങ്കിലും ബാക്ക് സീറ്റിന്റെ കാര്യം ഒന്ന് രണ്ടുപേര് പറഞ്ഞു ഇപ്പൊ അതിന്റെ കാര്യം. അത് സസ്പെൻഷന്റെ കുറച്ചൊരു പ്രശ്നമുണ്ട്. അതൊരു മിഡ് സൈസ് SUV എല്ലാത്തിനും നമുക്കൊരു പ്രശ്നം കുഴപ്പമില്ല. പവറും കാര്യങ്ങളൊക്കെ എങ്ങനെയുണ്ട്? നല്ല പവർ ഉണ്ട്. ഹൈബ്രിഡ് ആവാൻ നേരത്ത് നമുക്ക് മറ്റേതെന്ന് പറഞ്ഞാൽ ഇതിന്റെ നിയോ ഡ്രൈവിൽ ഞാൻ ഓടിച്ചത് ഇക്കാക്ക് നിയോ ഡ്രൈവ് ആണ്. അതിന് ഒരു നോൺ ഹൈബ്രിഡ് ആണ്. അതൊരു ചെറിയ ഇതായിട്ട് പുഷ് കേറത്തുള്ളൂ, ലാഗ് ഉണ്ട്. ഇത് 140-150 എല്ലാം. ശരി. ലോങ് ഡ്രൈവ് ഇടം വരെയൊക്കെ പോയിട്ടുണ്ട് മാക്സിമം? ഞാൻ തമിഴ്നാട് അതർ സ്റ്റേറ്റ് ഒക്കെ വിട്ടുപോയിട്ട് ഇവിടെ പോകുന്നില്ല. ഫാമിലിയൊക്കെ ഓക്കെ അല്ലേ? എല്ലാവരും കംഫർട്ട് അല്ലേ? ശരി, താങ്ക്സ്. അപ്പൊ നമ്മൾ ഇതുവരെ കേട്ടത് ഹൈബ്രിഡ് ഓണേഴ്സിന്റെ മൈലേജും കാര്യങ്ങളും അവരുടെ കംഫർട്ട് ലെവലൊക്കെയാണ്. ഇനിയിപ്പോ നമുക്ക് നോൺ ഹൈബ്രിഡ് വേർഷന്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിനായിട്ട് എക്സ്പീരിയൻസ് ഷെയർ ആയിട്ട് നമ്മുടെ പേര് ആഷിഖ്. എന്ത് ചെയ്യുന്നു? എനിക്ക് ബിസിനസ് ആണ്. എന്തുകൊണ്ട് ഹൈറൈഡറിന്റെ ഈ ഒരു നോൺ ഹൈബ്രിഡ് വേരിയന്റ് ചൂസ് ചെയ്തു, ഹൈബ്രിഡിലോട്ട് പോവാതെ? ഞാൻ അന്ന് സെലക്ട് ചെയ്യാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സൺറൂഫ് ഇതിന്റെ അന്നത്തെ ഒരു പുവർ ക്വാളിറ്റി ആയിരുന്നു. അപ്പം അത് ജി ഹൈബ്രിഡിലോട്ട് പോവാണെങ്കിൽ സൺറൂഫ് എന്തായാലും ഉണ്ട്. പിന്നെ എസ് ഹൈബ്രിഡ് പോവാണെന്നുണ്ടെങ്കിൽ എനിക്ക് വേണ്ട ഫീച്ചേഴ്സ് ഒന്നും ഇല്ല. അങ്ങനെ വന്നപ്പോ പിന്നെ ഞാൻ വിചാരിച്ചു പിന്നെ മൈലേജിനെക്കാട്ടി ഉപരി എടുക്കാന്നുള്ളൊരു ഇതായിരുന്നു ഞാൻ. ശരി, അങ്ങനെ ആരും ചിന്തിച്ചിട്ടില്ല. അങ്ങനെ ഒരു പ്രശ്നം ഇതിന്റെ ഇടയിലുണ്ട് അല്ലേ? ആദ്യമായിട്ടാണ് ഒരാൾ നമ്മളോട് പറയുന്നത്. അപ്പൊ അങ്ങനെ നോക്കിയപ്പോ എനിക്കൊരു വാല്യൂ ഫോർ മണി വേരിയന്റ് ആയിട്ട് തോന്നിയത് ജി വേരിയന്റ് ആയിരുന്നു. ഓൾമോസ്റ്റ് അലോയിലും കാര്യങ്ങളും 9-inch ഇൻഫർടൈൻമെന്റ് ഉണ്ട്. പിന്നെ ഇതിന് പാഡൽ ഷിഫ്റ്റ് ഉണ്ട്. പാഡിൽ ഷിഫ്റ്റും വരും. മറ്റേനില്ലല്ലോ, ഇത് ഓട്ടോമാറ്റിക്. അപ്പൊ ഇതിന് പാഡിൽ ഷിഫ്റ്റ് 6 സ്പീഡ് ഡോർ കൺവേർട്ടർ അല്ലേ? 6 സ്പീഡ് ഡോർ കൺവേർട്ടർ ആണ്. അപ്പൊ എല്ലാവർക്കും അറിയാം. ഇപ്പൊ നിയോ ഡ്രൈവ് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ഇതിന്റെ മൈലേജ് എന്ത് കിട്ടും? എനിക്ക് ഹൈവേസിൽ ഒരു 17-19 വരെയൊക്കെ കിട്ടുന്നുണ്ട്. ഇതിന് മറ്റേ മൈൽഡ് ഹൈബ്രിഡ് ടെക്നോളജിയാണ്. സിറ്റി യൂസ് എനിക്കൊരു 13. അത് മോശമില്ലാത്ത മൈലേജ് ആണ്. അത്യാവശ്യം തിരക്കില്ലാത്തൊരു മൈലേജ് ഇതിനും കിട്ടുന്നുണ്ട്. പവർ ഡെലിവറി 10 മാസം കൊണ്ട് 39,000 കിലോമീറ്റർ വണ്ടി നല്ല ഓട്ടം ഓടിയിട്ടുണ്ട്. ഹൈബ്രിഡും കൂടെ കിട്ടിയിരുന്ന അത്രയും നല്ലതായിരുന്നു തോന്നുന്നുണ്ട്? അങ്ങനെ ഇല്ല, ഞാൻ ഇതിനകത്ത് ഹാപ്പിയാണ്. കാര്യം ഇതിന്റെ പവർ ഡെലിവറി ഇപ്പൊ എനിക്ക് ഒരു ക്വിക്ക് ഓവർടേക്ക് ഒക്കെ ആണെങ്കിൽ എനിക്ക് പാഡിൽ യൂസ് ചെയ്ത് ഇലക്ട്രിക് മോട്ടറിൽ എനിക്ക് പാഡിൽ യൂസ് ചെയ്ത് ഇത് ചെയ്യാൻ പറ്റും. ഞാൻ ലോങ് ക്രൂസിനൊക്കെ കൂടുതൽ തന്നെ യൂസ് ചെയ്യുന്നു. എനിക്ക് ഞാൻ ഗ്ലാൻസ് യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്ക് ഫോർച്യൂണർ ഉണ്ട്. ടയോട്ട ഫാമിലിയാണ്. അതെ. പിന്നെ ഒരു വണ്ടി ഉണ്ടെങ്കിൽ മനസ്സിലേതെങ്കിലും കണ്ടിട്ടുണ്ട്? എനിക്ക് ഇനി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് LC എടുക്കണം എന്നാണ് എന്റെ ആഗ്രഹം. നെക്സ്റ്റ് ടൈം പർച്ചേസ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഹൈക്രോസ് ആണ്. ഹൈബ്രിഡ്. അത് ഹൈബ്രിഡ്. പിന്നെ നിലവിൽ എന്തെങ്കിലും ഡ്രോബാക്ക് ആണോ? എന്തെങ്കിലും ഫീച്ചേഴ്സ് കൂടെ ആകാനൊന്നും നിലവിൽ ഇപ്പൊ ഇതിനകത്ത് ഞാൻ നല്ല ഹാപ്പിയാണ്. കുഴപ്പമൊന്നുമില്ല. ഡ്രോബാക്ക് ആയിട്ട് നിലവിലൊന്നും ഇല്ല. പിന്നെ ഉണ്ടായിരുന്നത് കുറച്ച് ഈ ക്രോമിന്റെ അതൊക്കെ ഞാൻ ഡീക്രോം ചെയ്തു. അത് കൊള്ളാം. നല്ല ബ്ലാക്ക് കളർ ആയതുകൊണ്ട് നല്ല ലുക്ക്. മെയിൻറ്റെയിൻ ചെയ്യാൻ എങ്ങനെയുണ്ട്? പാടാണ്. ബ്ലാക്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ട് പാടാണ്.
വേറെ ഒന്നും കുഴപ്പമില്ല. കുഴപ്പമില്ല. ഇപ്പം കുറച്ചുകൂടെ കസ്റ്റം പെയിന്റ് ഞാൻ ചെയ്യുന്നുണ്ട്. വർക്ക് ഉണ്ടല്ലേ. ടിൻഡഡ് ഗ്ലാസ് ഒക്കെ കമ്പനി വന്നതാണ്. ഇത് ഈ വേരിയന്റ് ഉണ്ട്, ജി വേരിയന്റ് നിന്റെ ക്ലാസ് ഉണ്ടായിരുന്നു. ഡാഷ് ക്യാം variant ഇല്ല. അഡീഷണൽ ആഡ് ചെയ്തു അത് ഞാൻ അഡീഷൻ ചെയ്തതാണ്. ചെയ്തതാണ്. വേറെ ഒന്നും ആഡ് ചെയ്യാനായിട്ടില്ലല്ലോ. ഓക്കെ. Thank you.